ഗൾഫാർ മുഹമ്മദ് അലി ഒരു കാലത്ത് വിദേശ വ്യവസായ പ്രമുഖരിൽ മികച്ചു നിന്ന വ്യക്തിയായിരുന്നു ഗൾഫാർ മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിൽ അദ്ദേഹം മനുഷ്യരെ അന്നും ഇന്നും അദ്ദേഹം മാനുഷ്യ മൂല്യങ്ങൾക്ക് വിലയേൽപ്പിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തു വരുന്നു. നിരവധി സഹായ ഹസ്തങ്ങളും നിരവധി പേർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി അദ്ദേഹം മനുഷ്യരുടെ കൂട്ടായ്മയ്ക്കായി, മതേതര കൂട്ടായ്മയ്ക്കായി, മനുഷ്യനറിയുക, മതത്തിന് അതീതമായി ജാതി മത വർഗ വർണ്ണ വിവേചനമല്ല, മനുഷ്യനറിയുക, അത്തരം ഒരു ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഇന്ത്യയിലെ, അത് പ്രത്യേകിച്ച് കേരളത്തിലെ നിരവധി സന്നദ്ധ സംഘടനകളുമായിട്ട് സഹകരിക്കുന്ന നിരവധി പേരുമായിട്ട് യോജിച്ചുകൊണ്ട് ഒരു മനുഷ്യ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി രാമചന്ദ്രൻ, അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകനും ഗാന്ധി ഭവൻ്റെ എല്ലാമായ സോമരാജൻ, അതുപോലെ സുഹൈബ് മൗലവി, അതുപോലെ വികാരി അച്ഛൻ, നിരവധി പേരാണ് ഈ പ്രോഗ്രാം സംബന്ധിച്ച. ഇന്ന് മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചത്. ലോകത്ത് ഇന്ന് 1600-ലേറെ ജീവജാലങ്ങളുണ്ട്. ഒരൊറ്റ ജീവജാലങ്ങൾക്കും മതവർഗീയതയോ മറ്റൊന്നുമില്ല. വിവേകബുദ്ധിയും വിവരബുദ്ധിയും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന, ശാസ്ത്രസാങ്കേതിക രംഗത്ത് ഇന്ന് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യനാവട്ടെ ഇന്ന് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നു, അല്ലെങ്കിൽ വേർതിരിക്കുന്നു, ശത്രുവാക്കുന്നു. അതിനെല്ലാം മറന്നുകൊണ്ട് നമ്മൾ യോജിക്കണം എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ മതവർഗീയതയ്ക്ക് വിത്ത് വിതറുന്ന ആരാണ്, ഏത് ഭാഗത്തുണ്ട്, അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയ്ക്ക് ലക്ഷ്യമിട്ടുണ്ട് എന്ന് അതിൽ സംസാരിച്ച ഗൾഫാർ മുഹമ്മദ് അലിയുടെയും പി രാമചന്ദ്രൻ, അതുപോലെ അവരിൽ പ്രധാനപ്പെട്ടവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നേതാക്കന്മാർ, സാമൂഹിക നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, നമ്മുടെ സോമരാജൻ സാറ്, എം സഫറും രണ്ടുപേരും കൂടി ഇങ്ങനെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ ചെറുതായ നമ്മളുടെ കൂടിയാലോചന യോഗത്തിൽ ഏർപ്പെടുത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. സോമരാജൻ സാർ എല്ലാവരെ പറ്റിയും വളരെ വിശദമായി ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നടത്തി. അപ്പോൾ ആർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആകെ ഉള്ളൊരു കാഴ്ചപ്പാടും നമ്മൾക്ക് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ വലിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മളിവിടെ നിങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക്, അതിൻ്റെ ഉന്നമനത്തിന്, നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് നമ്മുടെ സമുദായങ്ങൾ എങ്ങനെ ഒത്തൊരുമിച്ച് പോകണം, മതസൗഹാർദ്ദം എങ്ങനെ കൂട്ടി ഇണക്കണം, അതിനെ കുറച്ചുകൂടി ബലവത്താക്കണം എന്നുള്ള ആ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളെ നിങ്ങളിവിടെ വന്നതും നിങ്ങളെ ഈ പരിപാടിയിലേക്ക് ആകർഷിച്ചത് എന്നും തികച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ആശയം ഉടലെടുത്തത് ഒരു 1.5 വർഷമായി. 2023 ജൂലൈ 1-നാണ് നമ്മൾ അതിനെ ഒരു പബ്ലിക് ലോഞ്ച് നടത്തിയത്. അന്ന് വേണു സാറ് ചൊല്ലിക്കൊടുത്ത ഞങ്ങളെല്ലാവരും അംഗീകരിച്ച ഓത്ത് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം തുടക്കം കുറിച്ചത്. ആ പരിപാടിയിൽ സർവ്വവിധ മത നേതാക്കന്മാരും പിന്നെ സാമൂഹ്യ നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരെ നമ്മൾ കുറച്ച് ഒഴിവാക്കി അവരോടെല്ലാം വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ ഈ പൊതുപരിപാടികളിൽ നിന്ന് അവരെ കുറച്ച് മാറ്റി നിർത്തേണ്ടത്. കാരണം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായ ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് അവരെ ഇതിൽ നമ്മുടെ ഈ പരിപാടികളിൽ നമ്മൾ സാധാരണയായി അവരെ നമ്മൾ ഉൾപ്പെടുത്താറില്ല. പക്ഷേ അവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. ഞാൻ എല്ലാ
രാഷ്ട്രീയ നേതാക്കന്മാരെയും സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഇതിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആദ്യമായി ഈ ആശയം വന്നപ്പോൾ മുസ്ലിം നേതാക്കന്മാരെ പോയി കണ്ടു. ഞാൻ മുസ്ലിം മതക്കാരനായതുകൊണ്ട് അവരോട് കുറേ കൂടി അടുപ്പമുള്ളത് കൊണ്ട് അവിടെ പോയി. അതിനുശേഷം ഞാൻ ശിവഗിരി മഠത്തിൽ അവിടെ വന്നു. അതിനുശേഷം ക്ലിമിസ് തിരുമേനിയെ കണ്ടു. അവിടുന്ന് തുടങ്ങിയ യാത്ര ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി അവസാനം തലശ്ശേരി വരെയുള്ള എല്ലാ മത പണ്ഡിതന്മാരെയും മത നേതാക്കന്മാരെയും കണ്ട് സംസാരിച്ച് അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മൾക്ക് മത സൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കുക എന്നുള്ളത്. എങ്കിലേ നമ്മുടെ രാജ്യം അതിൽ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് അർഹതമായ മുന്നേറ്റം നമ്മൾക്ക് ഈ ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് ഇന്ത്യ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ഉള്ള ഒരു കാൽവെപ്പാണ്. അതിൽ പലവരും ഒരു വണ്ടിയുടെ 4 ചക്രങ്ങൾ 4 വശത്തേക്ക് പോയാൽ ഉണ്ടാവുന്ന ഒരു അനുഭവം നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതേ സമയത്ത് ഒരു വണ്ടിയുടെ 4 ചക്രങ്ങൾ ഒരേ ദിശയിലേക്ക് ഒരേ സ്പീഡിൽ പോകുമ്പോൾ അതിന് വേഗത കൂടും. അതിന് ഗുണങ്ങളും അതിൻ്റെ അനുഭവങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ കൂടാതെ സിനിമക്കാർ, എല്ലാ സിനിമാ സിനിമക്കാർ, മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ സാമൂഹ്യ പ്രവർത്തകർ മുതുകാട് മുതലായവർ, പിന്നെ രാജകുടുംബത്തിലെ അംഗങ്ങൾ, മിക്കവാറും പൊതുപ്രവർത്തകർ, നമ്മളെ മനുഷ്യരാശിക്ക് നല്ലത് ആഗ്രഹിക്കുന്ന എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഇതിൽ വളരെയധികം സഹകരിച്ച് നമ്മൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാവരും നമ്മൾ കടപ്പെട്ടവരാണ്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ നന്മ, നാടിൻ്റെ മനുഷ്യരുടെ ഗുണം. ഇപ്പം നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായപ്പോൾ ഒരു മതമോ ജാതിയോ ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ നമുക്ക് ദൈവം ശരിക്കും കാണിച്ചു തരുന്നതാണ്. ഇതുതന്നെയായിരുന്നു നമ്മളുടെ കോവിഡ് സമയത്തും കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് അന്നത്തെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അന്ന് അവർ വഞ്ചിയുമായിട്ട് കേരളത്തിൽ എല്ലായിടത്തും പോയി അവരെ രക്ഷിച്ചത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്. ബോട്ടിൽ നിന്ന് വഞ്ചിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തോൾ വെച്ച് കൊടുത്തത് നമ്മുടെ മനുഷ്യരാണ്. അവർക്ക് ഭക്ഷണവും മറ്റു സാധനങ്ങളും എല്ലാം കൊടുത്തത് അതും വേറൊരു മനുഷ്യരാണ്. അങ്ങനെ നമ്മൾ കേരളീയർ വളരെയധികം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മളൊക്കെ ജീവിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് ചിലപ്പോൾ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട് നമ്മുടെ യുവതലമുറകളിൽ. ആ ഒരു ഭീതി നമ്മളിൽ എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ പലവിധ ഇൻഡിക്കേഷൻസും നമ്മൾക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, അത് നമ്മൾക്ക് ഒഴിവാക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾക്ക് ഒരു ഉറച്ച മതസൗഹാർദ്ദം നമ്മുടെ യുവതലമുറയിൽ, നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ, നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളിൽ, നമ്മുടെ യുവജന സംഘടനകളിലൊക്കെ നമ്മൾക്കത് എത്തിക്കാൻ സാധിക്കണം. അതിന് ജനങ്ങളിൽ കൂടുതൽ ഇൻഫ്ലുവൻസുള്ള സോഷ്യലിസ്റ്റായാലും സിനിമക്കാരായാലും മതനേതാക്കന്മാരായാലും എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തിരുവനന്തപുരം ചാപ്റ്റർ തുടങ്ങാനും അതെങ്ങനെ വേണം, അതിന് രൂപം എന്ത് കൊടുക്കണം, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, അത് എവിടെ വെച്ച് നടത്തണം, ആരായിരിക്കണം മുഖ്യ അതിഥികൾ, മറ്റു അതിഥികൾ ആരായിരിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവണം. ഞാൻ ഇന്ന് കാലത്ത് ക്ലിമിസ് തിരുമേനിയായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വയനാട്ടിലാണെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം വന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 7 തിരിച്ചെത്തും എന്നും
അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഡേറ്റ് ഞാൻ തീരുമാനിക്കുന്നത് പറയാൻ കാരണം സെപ്റ്റംബർ 7 അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു തീയതി ആയിരിക്കും കുറേയും കൂടി നല്ലത്. അപ്പോൾ ഈ കൂടിയാലോചനയിൽ നമ്മൾക്ക് നമ്മളുടെ തീയതി അപ്രോക്സിമേറ്റ് ചെയ്ത് 1-2 തീയതികൾ ആരായിരിക്കണം മുഖ്യ അതിഥി, മറ്റുള്ള പ്രമുഖർ ആരൊക്കെയായി ക്ഷണിക്കണം എന്നുള്ളവ ഒക്കെ എല്ലാം തീരുമാനിച്ച് നമ്മൾക്കത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരിക്കൽ കൂടി ഇവിടെ വന്നവരെ എല്ലാവരും നിങ്ങളുടെ നല്ല മനസ്സിന്, നല്ല ഹൃദയത്തെ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഏർപ്പെടുത്തിയ ഈ മീറ്റിങ്ങിൽ സോമരാജ് സാറിനെയും പ്രത്യേകിച്ച് MM സഫർ സാഹിബിനെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഇനി രാമേന്ദ്ര സാർ എന്തെങ്കിലും 2 വാക്ക് എങ്ങനെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കാര്യത്തിൽ നമ്മളുടെ ഓരോ ആശയം പുതിയ നമ്മൾക്ക് യുവജനങ്ങളിലേക്ക്, വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എങ്ങനെ നമ്മളുടെ ഈ ആശയം അവിടെ നിന്ന് തുടങ്ങണം. അവരാണ് ഇന്ത്യയുടെ ഭാവി. അപ്പോൾ അത് പിന്നെ ഡേറ്റും മറ്റ് ആരൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു സജഷനും കൂടിയായിരിക്കും നല്ലത്. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം തിരുവനന്തപുരം സിറ്റിയുടെ ഒരു പരിച്ഛേദം തന്നെ എന്ന് പറയാം. എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ നേതൃത്വം നൽകുന്നതോടൊപ്പം ഞങ്ങൾക്ക് കൂടെ നിങ്ങളൊപ്പം സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ അതിയായ സന്തോഷം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെല്ലാം വ്യത്യസ്ത വിഭാഗങ്ങളിലോ വ്യത്യസ്തമായ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായോ ജാതിപരമായോ ഒക്കെ ജീവിക്കുന്നവരാണ്. പക്ഷെ അതിലേറ്റവും സുന്ദരമായ ഗോഡ്സ് ഓഫ് കൺട്രി എന്ന കേരളത്തിൽ ഉള്ള നമുക്ക് പല സമയത്തും നമ്മുടെ ആ ദൈവത്തിൻ്റെ പല കാരുണ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് രാഷ്ട്രീയം ഉണ്ടാവാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയം പലപ്പോഴും വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഓരോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ സ്പർദ്ധത കൂടി വരുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് മുമ്പ് ആദ്യം പറഞ്ഞ രാഷ്ട്രീയക്കാരെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല, അവരെ നമുക്ക് ഇത്തരം കൂട്ടായ്മകളിൽ വേണ്ട തൽക്കാലം. പക്ഷെ അവരും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് പറയാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുതിയ തലമുറ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ വേണം. എവിടെയാണ് സ്നേഹം ഇല്ലാണ്ടായി പോയത്, എവിടെയാണ് പരസ്പര ബഹുമാനം ഇല്ലാണ്ടായി പോയത്, എവിടെയാണെന്ന് ഒത്തൊരുമിച്ചിരിക്കാൻ കഴിയാതെ പോയത്. ഇത് ചൊവ്വാഴ്ച ദിവസം വർക്കിംഗ് ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സമയം പോലെ സ്വന്തം ആസനങ്ങൾ പരിപാടികളുള്ള ആൾക്കാർ, ഇവരെല്ലാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നട്ടുച്ച സമയത്ത് 12 മണിക്ക് ഒത്തുകൂടാൻ വരുന്നൊരു മനസ്സുണ്ടല്ലോ, കൂടെ ഇരിക്കാൻ തോന്നുന്നൊരു മനസ്സുണ്ടല്ലോ. ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ചുരുക്കം പറഞ്ഞാൽ അതാണ് ലക്ഷ്യം. അങ്ങനെ ഒത്തൊരുമിച്ച് നമുക്ക് ഇരിക്കാനും നമുക്ക് കാര്യങ്ങളെ ആശയവിനിമയം നടത്താനും കഴിയുന്നൊരു കൂട്ടായ്മ. നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്ക് 10 പേർക്ക് കൂടിയിരുന്ന് ആ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാനും അവിടെ ചെല്ലാനും സമാധാനിപ്പിക്കാനും കഴിയുന്ന കൂട്ടായ്മകളല്ലേ. ഇതൊരു വലിയ സംഘടനയായിട്ട് വരികയോ അല്ലെങ്കിൽ വളണ്ടിയർ തലത്തിൽ വരികയോ നാളെ രാഷ്ട്രീയ പാർട്ടിയോ അധികാരത്തിൽ വരികയോ ഒന്നുമല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ലക്ഷ്യതയുള്ളൂ സമൂഹമായി ഇടപെടുക, എല്ലായിടത്തും കയറിച്ചെല്ലാൻ കഴിയണം. ജൈനന്മടുത്ത് എല്ലായിടത്തും കയറിച്ചെല്ലാൻ കഴിയുന്ന, എപ്പോഴും കയറിച്ചെല്ലാൻ ചെയ്യുന്നൊരു കൂട്ടായ്മയായിട്ട് ഇതിനെ വളർത്തിയെടുക്കുക. അപ്പം തൃശ്ശൂർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്ത് വരുന്നു, ഇനി മറ്റേ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡൊക്കെ ഇങ്ങനെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായി വരിക. അപ്പം അങ്ങനെ വരുന്നൊരു ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നാളെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാനുള്ള സാഹചര്യം ഇല്ല ഇപ്പോൾ. എന്നുവെച്ചാൽ അത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ധാരാളം ഉണ്ട്. അപ്പോൾ ഉണ്ടാവാണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനവും അതുണ്ടായി വരുമ്പോൾ നമുക്ക് ഇടപെടേണ്ടിയും വരും. അപ്പോൾ വിവാദമില്ലാത്ത ആൾക്കാരായിരിക്കണം ഇതിൽ പ്രത്യേകിച്ച്. ഏതെങ്കിലും വിവാദത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷം പിടിക്കുകയോ ചെയ്യുന്നവരാവരുത് നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാവേണ്ടത്. സ്വതന്ത്രമായ നിലപാടുകളും ഞാൻ നേരത്തെ പറഞ്ഞ എവിടെയും ഏത് കുടുംബത്തിലും ഏത് രാഷ്ട്രീയക്കാരെടുത്തും ഏത് മതവിഭാഗങ്ങളെടുത്തും ഏത് മെത്രാൻ്റെ അടുത്തും സന്യാസ ശ്രേഷ്ഠന്മാരുടെ അടുത്തും പുരോഹിതന്മാരുടെ അടുത്ത് കയറിച്ചെല്ലാൻ കഴിയുന്നവരായിരിക്കണം നമ്മുടെ സംഘടന ഉണ്ടാകേണ്ടത്. അപ്പം അങ്ങനെയുള്ള സംഘടന ഉണ്ടാവുന്ന വഴി മതസൗഹാർദ്ദം നിലനിർത്തുക.
സൗഹാർദ്ദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി വരിക. നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ എല്ലാവരോടും ഒന്ന് ചലഞ്ച് ചെയ്ത് ചോദിച്ചാൽ നിങ്ങളുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ ആൾക്കും പറ്റില്ല. നിങ്ങളുടെ ആരുടെ മക്കൾ വരാൻ പോകുന്നില്ല, പുതിയ ചെറുപ്പക്കാരിൽ വരില്ല. അത് 100%. അപ്പോൾ എന്ത് പറ്റി? കുറേ വയസ്സന്മാർ മാത്രമായിരിക്കുന്നു. 60, 70, 80 കഴിഞ്ഞവരാണ് ഈ കൂട്ടായ്മയിൽ കൂടുതലുള്ളത്. അതാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെയും ഈ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 10-40 കൊല്ലം മുമ്പ് ചെറുപ്പക്കാരായിരുന്നു എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ആവേശമൊക്കെ. ഇന്ന് പ്രസ്ഥാനങ്ങളുണ്ട്, ഇന്ന് അവർക്ക് എന്ത് കിട്ടും എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പുതിയ തലമുറ അങ്ങനെയായി. അവരങ്ങനെ പഠിപ്പിച്ചത് നമ്മളാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സാമൂഹികമായ ബന്ധമില്ലാണ്ട് കുടുംബത്തിൽ നിന്ന് വേറൊരു കാര്യം അച്ഛനമ്മ അവർ സ്കൂൾ കൊണ്ടുപോകാൻ പഠിപ്പിക്കാൻ ട്യൂഷൻ കൊണ്ടുപോകാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് അവരെ അയൽവക്കത്തുകാരുടെ പ്രശ്നത്തിന് പോലും ഇടപെടുത്താൻ നമ്മുടെ അച്ഛനമ്മമാർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അവർക്ക് ആരോടും പ്രതിബദ്ധതയില്ല, സ്വന്തം അച്ഛനോടമ്മയോടും ഇല്ല. ഒരു കാലം കഴിഞ്ഞ് പെൻഷൻ മേടിച്ച് അല്ലെങ്കിൽ റോഡം കൊണ്ട് മേടിച്ച് ജോലി കിട്ടി ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓൾഡ് ഏജ് ഹോമുകളും ധാരാളം വന്നിരിക്കുന്ന കാലഘട്ടവും. സ്വാമിനാഥൻ സാറിന് അറിയാം ആ കഥകളൊക്കെ. ഒരു 1000 കഥ പറയാനുണ്ട്. 1000 കഥകൾ, 1000 അല്ല അതിനേക്കാളും കൂടുതൽ കഥകൾ പറയാനുണ്ടാവും അദ്ദേഹത്തിന്. അത്ര വളരെ ഒരു നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ വേറെ ആൾക്കാർ ഉപയോഗിക്കണ വാക്കായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ ആ വാക്കുകൾ അങ്ങനെയുള്ള മനസ്സായി കഴിഞ്ഞു ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ സ്നേഹം നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയില്ല, എവിടെ എത്തിക്കാൻ കഴിയില്ല, എല്ലാവരും ചെന്ന് സംസാരിക്കാൻ കഴിയില്ല. പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആൾക്കാർക്ക് ഒന്ന് മനുഷ്യൻ്റെ ഏത് പ്രശ്നങ്ങളിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. എവിടെയാണോ സൗഹാർദ്ദം എല്ലാവർക്കും ഹിന്ദുവിനും മുസ്ലിം ക്രിസ്ത്യാനൊക്കെ ഇരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് വരുമെന്ന് ഭയമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ എല്ലാവരും ഒരുമിച്ചിരുത്താനും ഇപ്പോൾ ക്ലിനിക് സ്റ്റീമിനെ പോലെയാണ്. ക്ലിനിക് സ്റ്റീമിൽ കഴിഞ്ഞ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച് കണ്ടിരുന്നു പോയിട്ട്. അപ്പോൾ മീറ്റിങ്ങിൽ അതിൻ്റെ അകത്ത് പോയി കണ്ടാൽ മറ്റേ സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ട് പോവുകയാണ്. അവർ 3 പേര് എല്ലാവരും ഉണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മളൊക്കെ കാണുകയും അവരോടൊക്കെ സംസാരിക്കാൻ കഴിയുക, അവരെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ കഴിയുക, അവരെ വിശ്വാസം എടുക്കാൻ കഴിയുക, അവരെ ഹർട്ട് ചെയ്യാണ്ടിരിക്കാൻ കഴിയുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യൻ മതപുരോഗതിനെയോ അല്ലെങ്കിൽ ഹിന്ദു മതപുരോഗതിനെയോ അല്ലെങ്കിൽ മുസ്ലിം മതപുരോഗതിനെയാണെങ്കിൽ അവർ അധിക്ഷേപിക്കും, അത് അപമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം. സോഷ്യൽ മീഡിയ, ധാരാളം സോഷ്യൽ മീഡിയയ്ക്ക് അതിന് ചാൻസും ഉണ്ട്, പറയാൻ അവസരമുണ്ട്. ആർക്കും എന്തും വിളിച്ചു പറയാം, ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ ഒന്നും സൗഹാർദ്ദപരമായിട്ട് ആരെയും ഹർട്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഞാൻ ഇന്നിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ സാർ പത്രത്തിൽ വായിച്ചു, നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ടായ അതേ ഒരു സംഭവം ഒരു സ്കൂളിൽ ഇന്ന് പുതിയതായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. വെറുതെ ആവശ്യമുണ്ട് കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയ പ്രശ്നം, അതും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ല കുട്ടികളൊന്നും ആയിരിക്കില്ല അതിൻ്റെ പുറകെ, ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പേരൊന്നും പറയാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അത്തരം വിഷയങ്ങളിൽ ആ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് ഇടപെടാനും തെറ്റാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു എന്താ പറയുക കപ്പാസിറ്റി ഉള്ള സമൂഹത്തെ സെപ്പറേറ്റ് കൂട്ടായ്മയെ ഒരു സ്നേഹ കൂട്ടായ്മ വളർത്തിയെടുക്കൽ മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. സ്വാമിയെ പോലെയുള്ളവരുണ്ട്, ബിഷപ്പിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ സമാധാനമൊന്നും വരില്ല, വളരെ വഷളാവില്ല. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ തിരുവനന്തപുരം അതിന് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അതിന് നല്ലൊരു ബൈലോ ഉണ്ട്. ഞാൻ ബൈലോ എല്ലാവർക്കും കഴിഞ്ഞാൽ കുറേ കൊണ്ടുവന്നിരുന്നു, ഇത്തവണയും കൊണ്ടുവന്നില്ല, തന്നു തോന്നുന്നു. അന്ന് വന്നവർക്ക് മുഴുവൻ കൊടുത്തു. അതിന് ഒരു നിയമാവലി ഉണ്ടാക്കി. ആ നിയമത്തിൽ സുതാര്യമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതും ആരാണ് പങ്കെടുക്കാവുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ തന്നെ ലക്ഷ്യം പ്രത്യേകമായ കൂട്ടായ്മകൾ അതെല്ലാ മതവിഭാഗത്തിലും ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ബൈലോ ഉണ്ടാക്കിയിട്ട് രജിസ്റ്റേർഡ് ആണത്, രജിസ്റ്റേർഡ് ബൈലോ ആണ്, രജിസ്റ്റേർഡ് സംഘടനയാണ്. ആ രീതിയിലാണ് ഇതിന് പോകുന്നത്. ഇതിൽ ചെയർമാൻ സാറിനെ പറഞ്ഞ പോലെ എന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞൊന്നുമില്ല. ഞാൻ സെക്രട്ടറി, നിങ്ങളെല്ലാവരും സെക്രട്ടറിമാർ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു മേൽക്കൈയോ ഒരു പ്രത്യേക പദവിയൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ ചുമതല എടുക്കേണ്ടതെന്ന് വെച്ചാൽ ചുമതല എടുത്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ വളരെ കൂട്ടായ്മയോട് കൊണ്ടുപോകണം, വളരെ ലളിതമായി കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ സെക്രട്ടറി ആവാൻ കഴിയും, ചിലപ്പോൾ സാർ കഴിഞ്ഞാൽ എനിക്ക് ചെയർമാനാവാൻ കഴിയും. പക്ഷേ ഇത് സംഘടന ഈ പ്രസ്ഥാനത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആ രീതിയിലാണ് അതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ അന്ന് വന്നവർക്ക് കൊടുത്തിരുന്നേ, അതിലെല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടെ പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ എറണാകുളത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം, എറണാകുളത്തെ പ്രാദേശിക പ്രശ്നം വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ 5 പേര് 5-10 പേര് കൂടി ആ പ്രശ്നങ്ങളിൽ ഇടപെടാനും ചെല്ലാനൊക്കെ കഴിയുന്നൊരു
ഫോറം ഉണ്ടാക്കിയെടുക്കുക, സൗഹാർദ്ദമായ കാര്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെയാണ്. രണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉമ്മൻ സാർ നേരത്തെ പറഞ്ഞ മാതിരി, ഒന്ന് നമ്മൾ ഇങ്ങനൊരു സംഘടന ഇവിടെയുണ്ട്, ഇതിന് നേതൃത്വത്തിൽ ഇന്ന ആൾക്കാരാണ്, ഇവർ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ കൽപ്പുള്ളവരാണ് എന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ഒരു ഇതിന്ന് ലോഞ്ച് ചെയ്യണം, ഉദ്ഘാടനം വേണമെന്ന് പറയണം. കാരണം എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ ഇത്തവണ ഓണാഘോഷം ഇവിടെ കാര്യമായിട്ടില്ല തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് എളുപ്പം തുടങ്ങാം. മറ്റേ ഓണം കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നീണ്ടുപോകുന്ന പരിപാടികളായിരിക്കും. ഓണം കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡേറ്റ് ഫിക്സ് ചെയ്യുക, എവിടെ വെച്ച് നടത്തണമെന്ന് ഫിക്സ് ചെയ്യുക, അതിനെന്താ ചിലവ് വരിക എന്നൊക്കെ നോക്കുക. നമുക്കതൊക്കെ കൂട്ടായ്മയായിട്ട് ആലോചിക്കാം. നിങ്ങൾ മാത്രമല്ല, നമ്മളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം എന്താ ചെയ്യുക, അതിന് എവിടെ വെച്ച് നടത്താൻ കഴിയും, അതിന് വല്ല ഓഡിറ്റോറിയം ഉണ്ടോ, അതെവിടെയെങ്കിലും ആരെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെട്ടവർ സൗജന്യമായിട്ട് തരാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വല്ല ഓഡിറ്റോറിയങ്ങൾ ഈ ടൗൺ ഹോളുമാരെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ നോക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെടാണ്ടിരിക്കാൻ നോക്കുക. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഹോളുണ്ട്, പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി എടുത്ത് പോയി എന്ന് തോന്നരുത്, അവർക്ക് ഫീൽ ചെയ്തത്. ഒരു കോമൺ സ്ഥലമായിട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി കൊണ്ട് മനസ്സിൽ വയ്ക്കുക. പിന്നെ ക്ലിമിസ് തിരുമേനിയുടെ സമയം അത് വളരെ വാല്യുബിളാണ്. അദ്ദേഹത്തിൻ്റെ സമയം കൂടി എടുത്തിട്ട് അദ്ദേഹം 7-ാം തീയതി തിരിച്ചെത്തുമെന്ന് പറയുന്നു. തിരുമേനി വന്നു കഴിഞ്ഞാൽ തിരുമേനിയുടെ അധ്യക്ഷതയിലോ തിരുമേനിയുടെ അധ്യക്ഷതയിൽ അതനുസരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള സംവിധാനത്തെ പറ്റി ഒന്ന് ആലോചിക്കണം. അതെല്ലാം പറയണം നിങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും അഭിപ്രായം പറയാം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഒരു ചെറിയൊരു ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോറം ആലോചിച്ചിട്ട് ഒന്ന് ഇരുന്നും കൂടാതെ വലിയ വിപുലമായ കമ്മിറ്റി ചർച്ച ചെയ്തൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. എന്തായാലും ഡേറ്റ് ടെൻറ്റേറ്റീവായിട്ട് ഇന്നൊരു ഡേറ്റ് ഈ ഓണം കഴിഞ്ഞുള്ള ഡേറ്റിൽ തീരുമാനിക്കാം. അപ്പോൾ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ 2-ാം തീയതി കൂടാൻ തീരുമാനിച്ചിരുന്ന പരിപാടിയാണ്. ആ വയനാടിൻ്റെ പ്രശ്നം കാരണം നമ്മൾ 10-15 ദിവസം നീട്ടി വയ്ക്കുകയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാനും നിങ്ങളോടൊക്കെ സഹകരിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് മഹാഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സോറി, ക്ലിമിസ് തിരുമേനി ഇന്ന് KCBCയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പാലക്കപ്പള്ളി അച്ഛനെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരു സന്തോഷമുള്ള കാര്യം. അപ്പം അത്രയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടി പറയേണ്ടത്. ഞാൻ മീറ്റിംഗാണെന്ന് പറഞ്ഞു. ഏറ്റവും ബഹുമാന്യനായ ശ്രീ ഗൾഫാർ മുഹമ്മദ് അലി അവർക്ക്, എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ വേണുവേട്ടൻ, മുഹമ്മദ് അലി സാറുമായി ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തവണകളിൽ അദ്ദേഹത്തെ കാണുവാനും പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കൊളംബോയിൽ ഇരിക്കുന്ന സമയത്ത് നിന്ന് ഒരു ഷൂട്ടിങ്ങിനായിട്ട് പോയതാണ് മമ്മൂട്ടിയുടെ കൂടെ. അവിടെ ഈ MD വാസുദേവൻ നായരുടെ ഒരു ആത്മകഥ സിനിമയാക്കി അദ്ദേഹത്തോട് വിളിച്ചു. അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുവായി ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് കേരളം ചേർന്ന് പറയുന്ന ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദയ സംബന്ധമായ ചികിത്സ ചെയ്യുന്ന സർജറി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, സഹായങ്ങൾ കൊടുക്കുന്ന സ്ഥാപനം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ യാതൊരു ഉപാധികളും ഇല്ലാതെ ആ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് അലി. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇന്നത്തെ മത്സരങ്ങളുടെ ലോകത്ത് കാണുവാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു ഉദാഹരണം അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ. അപ്പം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇങ്ങനെയൊരു കൂട്ടായ്മ അത് തികച്ചും മതാതീതമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ സാംസ്കാരിക ഹൃദയത്തിൻ്റെ ചങ്കിടിപ്പെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ ഉണ്ടെന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ക്ലിമിസ് തിരുമേനിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഫാദറെത്തിയിട്ടുണ്ട്. യോഗലൈവ് ആശ്രമത്തിൻ്റെ ചുമതലക്കാരനും തിരുവനന്തപുരത്തിൻ്റെ ആത്മീയ മുഖവുമായ അശ്വതി തിരുനാൾ സ്വാമികളുണ്ട്. അതുപോലെ പാടയിമാം സോമരായ സാറ്, കായംകുളം യൂണിവേഴ്സ് സർവറുകൾ ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ദേവേ നായർ സാർ, അതുപോലെ മുഖം
രാമേന്ദ്രൻ, നമ്മുടെ സാജിദ്, സമീറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാജഹാൻ, എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ എത്തിയതിൽ എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കും. ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിലവിലുണ്ട്. മറ്റ് ജില്ലകളേക്കാൾ ഉപരിയായി ഒരു പക്ഷേ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയത്ത് പൊതുവായി ഒരു ഇഷ്യൂ ബേസ്ഡ് അല്ലാതെ തന്നെ ഒരു കമ്മ്യൂണൽ ഹാർമണി തിരുവനന്തപുരത്തിന് എപ്പോഴും ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് സ്വാമിയും നമ്മളെല്ലാവരും. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തുടക്കം ഉണ്ടായി അന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും തിരുവനന്തപുരത്തിന് പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകൾക്ക് കുറവുകളൊന്നുമില്ല. തലസ്ഥാനമായതുകൊണ്ട് തലസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിലയിലുള്ള നമ്പറുകൾ കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ. പക്ഷെ എല്ലാവരും ഓരോ പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റിക്ക് പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ഐഡന്റിറ്റിയെ എത്ര മേന്മേറിയതാക്കാം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രാതിനിധ്യത്തെ എത്ര മേന്മേറിയതാക്കാമെന്നാണ് ഓരോരുത്തരുടെയും വിചാരം. പക്ഷെ ഇവിടെ ഈ സംഘടന ഓരോ പ്രസ്ഥാനങ്ങളെ ഇതിനകത്ത് സംയോജിപ്പിക്കുമ്പോൾ ആ പ്രസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെല്ലാം തന്നെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ യോജിക്കുവാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ യോജിക്കുവാൻ സാധിക്കുക എന്ന് പറയും. നമ്മളെല്ലാവരും, ഞാനും സ്വാമിയും ഇമാമും ഒക്കെ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമാണ്, ഈ ക്ലിമൻസ് തിരുമേനിയും ഉൾപ്പെടെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിലും നമ്മുടേതായിട്ടുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാനുള്ളൊരു ഓപ്പണായി പറയുകയാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചില ആളുകൾക്ക്, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുന്നതിനുള്ളൊരു തീരുമാനം, ഒഴിവാക്കുകയല്ല, ഒരു കൃത്യമായ അകലത്തിൽ നിർത്തുക. പിന്നെ എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അവരെ ഉപയോഗിക്കേണ്ടി വരും. രാഷ്ട്രീയം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വരുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യം മാറുന്നു. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ തുല്യാകലത്തിൽ നിർത്തുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഇനാഗുറേഷനോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളോ ഒക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ, ഗവർണറെ പോലെയുള്ള ആളുകൾ, രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ജസ്റ്റിസോ സുപ്രീം കോടതിയുടെ ആളുകളോ രാഷ്ട്രീയമല്ലെങ്കിൽ കൂടി നമുക്ക് പലരെയും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ രാമേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇമാമും ഉണ്ടായിരുന്നത്. ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ചട്ടമ്പി സ്വാമി എന്ന മഹാനായ ഗുരുവിൻ്റെ പേരിൽ അതുപോലെ നടത്തുന്ന മറ്റു പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രാധാകൃഷ്ണക്ക് അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിന് റെപ്രസെൻറ്റേഷൻ കൊടുത്തു, ചട്ടമ്പി സ്വാമിക്ക് ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഈ നാട്ടുകാരനായിട്ടുള്ള മന്ത്രി ശ്രീ GR അനിലിനെ നിയോഗിച്ചു. അതിനനുസരിച്ച് അദ്ദേഹം ഒരു തഹസിൽദാരെ വെച്ചിട്ട് തിരുവനന്തപുരത്ത് സ്ഥലം ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, രാഷ്ട്രീയക്കാരെ നമുക്ക് ആവശ്യമാണ്. അത് പ്രത്യേകമായ ചില കാര്യങ്ങൾ വരുമ്പോൾ ഈ സംഘടന, ഈ പ്രസ്ഥാനം അതിന് പ്രത്യേകിച്ച് ഒരു നിഷ്കർഷത വരുത്തിയതിൽ വളരെ സന്തോഷം എനിക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ ഞാനൊരു പശ്ചാത്തലം പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം അതിൻ്റെ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീജിയണൽ വൈസ് ആയിട്ടൊരു കാര്യമൊക്കെ ചെയ്യുന്ന സമയത്തും നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും. പ്രത്യേകിച്ചും എല്ലാ പ്രസ്ഥാനങ്ങളും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാം ഒരുപാട് ശക്തിയുള്ള പ്രസ്ഥാനങ്ങളാണ്. മീൻസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ സഭകളായാലും അതുപോലെ മറ്റുള്ള ആശ്രമങ്ങളായാലും, ഇപ്പോൾ ഇവിടെ തന്നെ 2-3 ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ 2-3 പ്രസ്ഥാനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശിവഗിരി, അതുപോലെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസ്ഥാനം, ഇതെല്ലാം സമൂഹത്തിൽ കുറച്ചുകൂടി ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന യോഗമാസകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേരുകളുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മലപ്പുറ സഭ, ഒരു സഭയുടെ ആസ്ഥാനം തന്നെ തിരുവനന്തപുരത്താണ്. അപ്പോൾ സഭയുടെ ആസ്ഥാനം വത്തിക്കാൻ
എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സഭയുടെ ഒരു മേജർ ഭദ്രാസനം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ പല ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമുണ്ട്. നമുക്കിതിൽ പങ്കെടുപ്പിക്കേണ്ടുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. ഇപ്പോൾ ഗബ്രിയേൽ തിരുമേനി, അദ്ദേഹം സാംസ്കാരിക രംഗത്ത് വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. മലങ്കര സഭയുടെ തിരുവനന്തപുരത്തിൻ്റെ ഭദ്രാസനത്തിൻ്റെ അധിപനാണ്. അതുപോലെ മാർത്തോമാ സഭ, അതും തിരുവനന്തപുരത്തിൻ്റെ പ്രാതിനിധ്യത്തിലേറെ വലുതാണ്. ചെമ്പഴുന്തി ആശ്രമത്തിൻ്റെ പ്രതിനിധി, നേരത്തെ ഇവിടെ മുഹമ്മദ് അലി സാർ പറഞ്ഞിരുന്നു, അദ്ദേഹം ശിവഗിരിയിൽ പോയവരെ ക്ഷണിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പ്രാതിനിധ്യം ഇല്ലാതെ നമുക്കൊരു സെക്യുലർ കമ്മ്യൂണൽ ഹാർമണി പറയാൻ സാധിക്കില്ല. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാത്രം പറയാൻ സാധിക്കില്ല, അദ്ദേഹം മൊത്തം മുസ്ലിമിൻ്റെയും പ്രതിനിധിയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും പറയാൻ സാധിക്കില്ല, ക്ലിമീസ് തിരുമേനിയാണ് ഈ സമുദായങ്ങളുടെ മൊത്തം പ്രതിനിധിയാണ്. നമുക്ക് പേരുകൾ വെക്കുന്ന സമയത്ത് പണ്ട് ഞാൻ ആശ്രമത്തിലൊക്കെ ഈ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു തുടക്കത്തിൽ 10-20 വർഷത്തിന് മുമ്പ്. അപ്പോൾ നമ്മളൊരു ഐഡന്റിറ്റിയുള്ള ആളുകളെ, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ, ഒരു ഹിന്ദു, അവരുടെ പ്രതിനിധികളെ, പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കും. അപ്പോൾ വിളിച്ച് നമ്മൾ മതസൗഹാർദ്ദമൊക്കെ നടക്കുമ്പോൾ ഈ മുസ്ലിം എന്ന് പറയുന്ന വലിയ സമുദായമുണ്ട്, അതിനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഒരു ഏരിയയുടെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ. ഹിന്ദുക്കളെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഹിന്ദു എന്നുള്ള രീതിയിൽ ഓറിയന്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും പല ഗവൺമെന്റ് പല പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ നമ്മൾ പോയി ഇരിക്കുമ്പോൾ ആ മതത്തിനപ്പുറത്തേക്ക് ഒരു ഇടപെടലുള്ളതുകൊണ്ടായിരിക്കാം മതത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെന്നാൽ ഒരു സാമൂഹികമായ റെപ്രസെന്റേഷനുണ്ട്. ഈ ഫേസ്ബുക്കിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഹിന്ദു സമുദായത്തെ പ്രതിനിധീകരിക്കാൻ സാധിക്കും? ഇദ്ദേഹത്തിന്റെ നമ്മൾ ഇഷ്യൂസ് ഒക്കെ പാലാ ബിഷപ്പിന്റെ ഒക്കെ ഇഷ്യൂ വന്ന്, വിഴിഞ്ഞത്തിന്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് നമ്മൾ വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് താല്പര്യമുള്ളവരും ഉണ്ടാവും, നമ്മുടെ കൂടെ താല്പര്യമില്ലാത്ത ആളുകളും. അപ്പൊ ആളുകൾ പറഞ്ഞു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, ഹിന്ദു സമുദായം ഇദ്ദേഹം മാത്രമാണ്. അപ്പൊ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്ന പണ്ടത്തെ നമ്മുടെ ഈ കാഴ്ചപ്പാടുകളുടെ, നമ്മുടെ കാഴ്ചപ്പാട്, പൊതു കാഴ്ചപ്പാട് മാറി എന്നതിനേക്കാൾ ഉപരിയായി ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറി. പ്രബലമായ ഒരു സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവിനെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ അത്രയും ആളുകൾ അതിനെ വേറൊരു തരത്തിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ചാർട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ചുകൂടി അത് ബൃഹത്താക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ, ഇവിടെ ഈ കമ്മ്യൂണൽ ഹാർമണിയിലുണ്ട്. നമ്മുടെ ഈ രാജകുടുംബത്തിന്റെ കൂട്ടായ്മ, രാജകുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ എന്താണ്, തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ രാജകുടുംബത്തിന്റെ പ്രതിനിധികൾ ഇല്ലാതെ ഒരു അധ്യക്ഷനായി ഏറെ ആദരണീയനും സ്നേഹസമ്പന്നനും നൂതനമായ ഇങ്ങനെ സാമുദായിക കൂട്ടായ്മയുടെ ആ ആശയം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ എല്ലാം കൂട്ടി യോജിപ്പിച്ച ഡോക്ടർ മുഹമ്മദ് സാറിനെ അധ്യക്ഷ പദം പങ്കെടുക്കാൻ ആദരവോടെ ക്ഷണിക്കുന്നു. സാർ, നമുക്കൊരു മൗന പ്രാർത്ഥനയും വയനാടിനൊരു അനുഗ്രഹം. മനുഷ്യത്വമുള്ളവനാക്കി തീർക്കുവാനും സമൂഹത്തിലെ തിന്മകൾ, പ്രത്യേകിച്ച് വർഗീയമായ ചിന്തകൾ, ഇതൊന്നും ഉണ്ടാകാതെ പരിപാലിക്കുവാനും എവിടെയെങ്കിലും ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായാൽ അത് ഉടനുടൻ പരിഹരിക്കുവാനും ഉള്ള ഒരു കൂട്ടായ്മയാണ് പ്രവാസി വ്യവസായി, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, സർവോപരി മാനവികതയും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന ഡോക്ടർ പി ഗൾഫാർ മുഹമ്മദ് അലി സാറ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരികയും
സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ള ആളുകളെ കൊച്ചിയിലെ ലേ മെറേഡിയൻ ഹോട്ടലിൽ വിളിച്ചു കൂട്ടുകയും ഒരു വർഷത്തിനപ്പുറം വിളിച്ചു കൂട്ടുകയും ആ ആശയം പങ്കുവയ്ക്കുകയും നിരവധി ആയ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, തിരുമേനിമാർ, ഇമാമുമാർ ഒക്കെ ചേരുന്ന ആ ചടങ്ങിൽ വെച്ച് ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും അതെല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ചെയർമാനായി, അതിൻ്റെ ആഗോളതലത്തിൽ അതിൻ്റെ ചെയർമാനായി ഡോക്ടർ മുഹമ്മദ് അലി സാറിനെ അവിടെ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹത്തായൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് നിരവധിയായ സംരംഭങ്ങൾ, NSS, ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വളരെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് സാമൂഹ്യ സേവ ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ടുള്ള എല്ലാവരെയും പ്രിയപ്പെട്ട വേണുവേട്ടൻ ശ്രീ രാമേന്ദ്രൻ നായർ അവர்கள் ജനറൽ സെക്രട്ടറിയുമായി ഒരു ടീം രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം കൊച്ചിയിൽ വെച്ച് അഭിയന്തനായ ദലീല അമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരന്തരമായി ഈ കമ്മിറ്റി കൂടുകയും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും പുതിയ പുതിയ മനുഷ്യസ്നേഹികളെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമുദായമല്ല, ഇതൊരു സമൂഹമാണ്, ഇത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. അങ്ങനെ രൂപമെടുത്ത ഈ പ്രസ്ഥാനത്തിന് തിരുവനന്തപുരത്ത് ഒരു ചാപ്റ്റർ രൂപീകരിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വരികയും അത് സാറിനെ, മുഹമ്മദ് അലി സാറിനെയും വേണുവേട്ടനെ അറിയിക്കുകയും അതിൻ്റെ മറ്റ് ഭാരവാഹികളടക്കം ഇവിടെ തിരുവനന്തപുരത്തെത്തി നമ്മൾ ആദ്യമായി ഒത്തുചേർന്നു. എന്നാൽ ഇന്ന് വീണ്ടും നമ്മൾ ഒത്തുചേരുന്നത് തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം അതെന്നായിരിക്കണം, എങ്ങനെയായിരിക്കണം, അത് തിരുവനന്തപുരത്താകുമ്പോൾ ഇത് കൂടുതൽ പ്രാധാന്യം, ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് അവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെ ആകാം എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിവരം അറിഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം മുഹമ്മദ് അലി സാർ അനുവദിച്ചു തരികയും അദ്ദേഹം വളരെ തിരക്കിനിടയിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയനായ വേണുവേട്ടനുമെത്തി. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ ഒത്തുചേരുകയാണ്. ഇപ്പോൾ നമ്മളെ പ്രാർത്ഥിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ആത്മാവിന് ശാന്തി നേർന്നു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുമ്പോൾ ആദ്യമായി ഡോക്ടർ പി മുഹമ്മദ് അലി സാറിനെ ഇവിടെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരസ്കാരം കൂടി ലഭ്യമായതിന് ശേഷം അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹാദരങ്ങളും ഹൃദയം കൊണ്ട് നമ്മളെല്ലാം ചേർന്ന് സമ്മാനിക്കുന്നു. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. ഈ പ്രസ്ഥാനത്തിന് നേരാൻ വഴി നയിക്കുന്ന വേണുവേട്ടൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട വേണുവേട്ടനാണ്. വലിയ പദ്ധതികൾ, വലിയ പരിപാടികൾ ഒക്കെ നിർവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് അവിടെ വലിയൊരു ഓണസദ്യ ഒരുക്കി. ഈ പ്രാവശ്യവും നമ്മൾ എവിടെയെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓണം എടുക്കുകയാണ്. അപ്പം പ്രിയങ്കരനായ വേണുവേട്ടൻ നമ്മുടെ എല്ലാ കാര്യത്തിലും സജീവമാണ്. എന്നെയും സബർ സാറിനെയൊക്കെ എപ്പോഴും വിളിച്ചു ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആദരണീയ വേണുവേട്ടനെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മുടെ ക്ലിമിസ് പിതാവിൻ്റെ പ്രതിനിധിയായിട്ട് VG ഫാദർ തോമസ് കയ്യാലക്കൽ അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിതാവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാനവികതയോടുകൂടി പ്രവർത്തിക്കുന്ന, അത് കക്ഷിഭേദങ്ങൾക്കും ജാതിഭേദങ്ങൾക്കും ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ആരാധ്യനായ ഗുരുവാണ്, ഗുരുനാഥനാണ് കയ്യാലക്കൽ അച്ഛൻ. വികാരി ജനറലായ അച്ഛൻ്റെ ഈ സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ആദരവോടെ അച്ഛനെയും ഇവിടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുക. ഗുരുരത്നം ജ്ഞാനതപസി സ്വാമികൾ, ഇന്ന് ശാന്തിഗിരി ആശ്രമം ലോകത്തിന് ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ ഒരു
പ്രകാശം ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആഗോളതലത്തിൽ ഇത്രയും ശക്തിപ്പെടുത്തുകയും പ്രശസ്തമാക്കുകയും ചെയ്ത കർമ്മയോഗിയാണ് ഗുരുരത്ന ജ്ഞാനതപസ്വി എന്ന ഈ സന്യാസി ശ്രേഷ്ഠൻ. സന്യാസി ഒരിടത്തിരിക്കുകയല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ്. ഏത് പ്രതിബന്ധങ്ങളെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് സത്യത്തിൻ്റെ പാതകൾ തെളിയിച്ച് ശാന്തിയുടെ പ്രകാശമാണ് സ്വാമി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം മേഖലയിൽ ഏത് കാര്യങ്ങൾ നടന്നാലും ഗുരുരത്ന ജ്ഞാനതപസ്വി സ്വാമി, നമ്മുടെ ആദരണീയനായ ഡോക്ടർ സുഹൈബ് മൗലവി ഇമാം അവറുകൾ, ക്ലെമ്മിസ് പിതാവ്, ഇവർ 3 പേരും ഒന്നിച്ച് കാണും. അത് തന്നെ നമ്മുടെ ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ്. കാരണം നിങ്ങൾ കലഹിക്കരുത്, ഞങ്ങൾ കൈകോർത്തു നിൽക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് പരിപാടിയായാലും അല്ലാതെ പരിപാടിയായാലും ഗവർണറുടെ പരിപാടിയായാലും മുഖ്യമന്ത്രിയുടെ പരിപാടിയായാലും ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയായാലും എല്ലാത്തിൻ്റെയും പൊതു സമ്മതരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഈ പ്രിയപ്പെട്ടവർ. അതിലെ വളരെ ചടിലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുരത്ന ജ്ഞാനതപസ്വി സ്വാമിയെ ആദരവോടെ സ്നേഹത്തോടെ ഇവിടെ സ്വാഗതം ചെയ്യുക. ഡോക്ടർ പി സുഹൈബ് മൗലവി, അദ്ദേഹത്തെ വിശേഷണങ്ങൾക്കപ്പുറമാണ്. അതേ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രകാശമാണ്. തിരുവനന്തപുരത്തിന് മാത്രമല്ല, ഞങ്ങളുടെ കൊല്ലം ജില്ലയിലേക്കും പലപ്പോഴും കടന്നു വരാറുണ്ട്. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു തെളിഞ്ഞ പ്രകാശമായി നിലകൊള്ളുന്ന സ്വാമി അശ്വതി തിരുനാൾ സ്വാമി, ഏകലവ്യ ആശ്രമം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അഭയകേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തും പാലക്കാട്ടുമുണ്ട്. വ്യത്യസ്തമായ വഴിയിലൂടെ, സ്നേഹത്തിൻ്റെ പാതയിലൂടെ കാവ്യവസ്ത്രമാണ് ധരിക്കുന്നതെങ്കിലും ഉള്ളിൽ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിസ്സീമമായ നിസ്വാർത്ഥമായ സത്യമായി പറയുന്ന വ്യക്തിത്വമാണ് സ്വാമി അശ്വതി തിരുനാൾ സ്വാമികൾ. അദ്ദേഹത്തെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പമുള്ള പ്രിയങ്കരനായ ഡോക്ടർ കായംകുളം യൂനുസ് സാറ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ച് സർവീസിലിരിക്കുമ്പോഴും അതിനുശേഷവും സാംസ്കാരിക ലോകത്തെ വ്യക്തിത്വമായിരിക്കുകയാണ്. നിരവധിയായ അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ജീവചരിത്രം ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ, സുഭാഷിതങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് ഏകതയുടെ സ്വരമായി നിലകൊള്ളുന്ന ഡോക്ടർ കായംകുളം യൂനുസ് സാറിനെ സ്നേഹത്തോടെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലയൺ അബ്ദുൽ ബഹാവ് സാറ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. ഇപ്പം അദ്ദേഹം ലയൺസ് ക്ലബിൻ്റെ ഗവർണറായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരങ്ങൾ നേടി വിദേശത്തൊക്കെ പോയി അതിൻ്റെ ആദരവെല്ലാം സ്വീകരിച്ചിട്ടാണ് ബഹാവ് സാർ. വളരെ ദീർഘവീക്ഷണവും ക്രാന്തദർശിത്വവുമുള്ള വ്യക്തിത്വമാണ്. മുന്നേ കൂട്ടി കാണുന്ന ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ആദരണീയനായ ബഹാവ് സാറിനെ സ്നേഹത്തോടെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ശ്രീ മുക്കം പാലമൂട് രാധാകൃഷ്ണൻ സാംസ്കാരിക രംഗത്തുണ്ട്, സാമൂഹ്യ മണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പത്തനാപുരത്തിൻ്റെ ഒരു വെളിച്ചമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ്. എല്ലാത്തിനും കക്ഷികൾക്ക് അതീതമായ ഒരു സ്നേഹബന്ധമാണ് മുക്കം പാലമൂട് രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പ്രിയങ്കരനായ ശ്രീ മണക്കാട് രാമേന്ദ്രൻ എന്നാൽ പ്രിയ സഹോദരനെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഡോക്ടർ തോമസ് കുട്ടി പനശ്ശിക്കാല സാറ് അധ്യാപക ശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിൽ എല്ലാ നാനാ മേഖലകളിലും സ്നേഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. നമ്മുടെ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ സാറുണ്ടായിരുന്നു. ഇന്ന് സാറ് അന്നത്തെ രൂപത്തിലല്ല വന്ന് കൈക്ക് എന്നിട്ടും നമ്മുടെ ഈ ദൗത്യത്തിനോടുള്ള
സാറിൻ്റെ ഹൃദയ ബന്ധമാണ് സാറിനെ ഇവിടെ എത്തിച്ചത്. സാറിനെ ആദരവോടെ ഇവിടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാജൻ വേളൂർ ഇത് നല്ല നിർമ്മാണ കമ്പനി ഉടമയാണ്, ജീവൻ ടിവിയുടെ ഡയറക്ടറാണ്, പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറും അതോടൊപ്പം തന്നെ പ്രോഗ്രാം അവതാരകനാണ്. നിരവധി സാമൂഹ്യ മണ്ഡലങ്ങളിൽ ബാലജനസഖ്യത്തിൽ നിന്ന് പ്രവർത്തിച്ചുയർന്ന് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്നും തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് ശ്രീ സാജൻ വേളൂർ. അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പ്രിയങ്കരനായ ഡോക്ടർ പി ജയദേവൻ സാറ്. ജയദേവൻ സാറില്ലാത്ത നന്മകൾ തിരുവനന്തപുരത്തില്ല. എല്ലാ നന്മ കൂട്ടായ്മയിലും ജയദേവൻ സാറുണ്ട്. അതുപോലെ ജയദേവൻ സാറിനെ ഏറെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. സബീർ തിരുമല. സബീർ തിരുമല ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. തന്നെയല്ല, ഗുരുരത്ന സ്വാമിയോടൊപ്പം തന്നെ എപ്പോഴുമുണ്ട്, എല്ലാ കാര്യത്തിലുമുണ്ട്. അത് ഒരു വലിയ സ്നേഹത്തിൻ്റെ മൂല്യമാണ്. നന്മയുടെ പ്രതിരൂപമായ സബീർ തിരുമലയെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പനച്ചമൂട് ഷാജഹാൻ ഇവിടെ എത്തിച്ചേർക്കുന്നുണ്ട്. പനച്ചമൂട് ഷാജഹാൻ ഒരു വലിയ പ്രസ്ഥാനമാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതി. അത് പ്രേം നസീർ എന്ന ആ മഹാനടനെ, ആ മനുഷ്യ സ്നേഹിയെ എന്നും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിൻ്റെ പേരിൽ റോഡുണ്ടായി, അദ്ദേഹത്തിന് സ്മാരകമുണ്ടായി. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട 2 പേരാണ് ഷാജഹാൻ പനച്ചമൂടും ബാദുശ്രീ, തെക്കൻ സാർ ബാദുശ്രീ. അപ്പം അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള പ്രിയങ്കരനായ പനച്ചമൂട് ഷാജഹാനെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. വിൻസെൻ്റ് ഡാനിയൽ ക്ലിമേസ് പിതാവിൻ്റെ ഒരു മാനസപുത്രനാണ്. സാമൂഹ്യ മണ്ഡലങ്ങളിൽ സാംസ്കാരിക രംഗത്തുമൊക്കെ സജീവ സാന്നിധ്യമാണ്. ഗാന്ധി ഭവൻ്റെ പ്രധാന പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. മുഹമ്മദ് ഷമീർ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അടുത്ത 23-ാം തീയതി ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷി കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നവരെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ സംരംഭങ്ങൾ, അവർക്കൊരു വലിയ കലാമേള, ഒരുപാട് VIP പങ്കെടുക്കുന്ന കലാമേള, സ്വന്തം ലെവലിൽ സമൂഹത്തെ എല്ലാ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, സാമൂഹ്യ മണ്ഡലത്തിൽ, സാംസ്കാരിക മേഖലയ്ക്ക്, അങ്ങനെ എല്ലാ മേഖലയ്ക്കും സമ്പൂർണ്ണത ഉള്ള വ്യക്തിത്വമായ ഡോക്ടർ എ നിസാറുദ്ദീൻ സാറിനെ ഹൃദയാദരങ്ങളോടെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ നിസാർ ശാന്തിഗിരിയുടെ നിസാർ സാറിനെ ആദരവോടെ ചെയ്ത് ദർസിൽ ഫട്ട് ഇവിടെയുണ്ട്. ദർസിൽ ഫട്ട് മറ്റൊരു സംസ്ഥാനക്കാരനാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാമിജിയുടെ സെക്രട്ടറിയായി സ്വാമിജിയോടൊപ്പം നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ദർസിൽ ഫട്ടിനെ ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രീ റഷീദ്, അദ്ദേഹം മുഹമ്മദ് സാറിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇത്രയും വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തകൻ, അത് സാറിൻ്റെ ഏത് കാര്യത്തിലും സാറ് മനസ്സിൽ കാണുമ്പോൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. വളരെ സ്നേഹത്തോട് വിനയത്തോട് പെരുമാറുന്നു. എല്ലാവരെയും ആകർഷിക്കത്തക്ക തരത്തിൽ അത്തരത്തിലുള്ള സ്നേഹവ്യക്തിത്വമായിട്ടുള്ള ശ്രീ റഷീദ്, അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് കൺവീനറായി നമ്മുടെയൊക്കെ ചീഫായി നിലകൊള്ളുന്ന ശ്രീ MM സഫർ, അദ്ദേഹം വ്യവസായ രംഗത്ത്, വ്യാപാര രംഗത്ത്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ, സിനിമ, അദ്ദേഹത്തിൻ്റെ മകൻ പ്രശസ്തിയിലേക്ക് ഉയർന്നു വരുന്ന ഒരു സിനിമാ നടനാണ്. പിന്നെ അതുപോലെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും പ്രിയങ്കരനായ, ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വ്യക്തിത്വമാണ്
ശ്രീ സഫർ MM സഫർ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഒത്തിരി ഏത് തിന്മയുണ്ടോ അതിനെല്ലാം കണ്ടാൽ പ്രതികരിക്കുന്ന മനുഷ്യസ്നേഹിയായ അതെ തന്നെ സഹോദരൻ കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവർക്കും പ്രിയങ്കരനായ, എനിക്ക് എൻ്റെ ഒരു സഹോദരനായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്, ശ്രീ MM സഫർ സാറിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമൊക്കെ പകർത്താൻ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, പീരിക്കണ്ണ്. അതേ ഏത് തിരുവനന്തപുരത്ത് ഏത് നല്ല കാര്യം എന്നുള്ളതാണ് അദ്ദേഹം അവിടെ കാണും. അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ തിന്മയൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല, നല്ല കാര്യങ്ങളെ മാത്രം ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന അദ്ദേഹവും ഈ പ്രോഗ്രാം ചെയ്യുന്ന പീരിക്കണ്ണിനെ സ്നേഹത്തോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വമായ ഒരു സ്വാഗതം അറിയിക്കുന്ന ഞങ്ങളോടൊപ്പം വന്ന സൂരജ്, അതും ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. സൂരജിനും പ്രത്യേകമായ സ്വാഗതം. ഇനി അധ്യക്ഷൻ നമ്മുടെ എല്ലാം ആദരണീയനായ ആരാധ്യനായ മുഹമ്മദ് സാർ. യഥാർത്ഥത്തിൽ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സാർ എല്ലാ രംഗത്തും അറിയപ്പെടുന്ന ലോക പ്രശസ്തി നേടിയിട്ടുള്ള വ്യവസായിയാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്. എങ്കിലും സാറ് ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുകയും ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അത്യപൂർവമായ അമൂല്യമായ അതിനൂതനമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തപ്പോൾ ആ സാറിൻ്റെ ചിന്തയെ മനസ്സിനെയൊക്കെ ഞാൻ ഇങ്ങനെ വളരെ ആലോചിക്കുകയും നമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്രീ സാറിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. തിരക്കിനിടയിൽ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഈ യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും നമ്മളെങ്ങനെയാകണം എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സംസാരിക്കും. അതിനുശേഷം നമുക്ക് തിരുവനന്തപുരത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം എന്നത്തേക്കാകാം, എവിടെ വെച്ചാകാം, അത് എങ്ങനെ ആരൊക്കെ അതിൽ പങ്കെടുക്കണം എന്നൊക്കെ നമുക്ക് ചർച്ചയിലൂടെ നമുക്ക് അതിന് സാധ്യമാക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് പലായനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം, ശാന്തിയും സമാധാനവും ആഗ്രഹിക്കാത്ത മനുഷ്യർ ഭൂലോകത്തുണ്ടാവില്ല. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ആശയവുമായി മുൻപോട്ട് വന്നത്. CCC എന്നത് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് കോപ്പറേഷൻ. നമുക്കൊക്കെ അറിയാം, വിദ്യാസമ്പന്നരെങ്കിൽ യുവതി യുവാക്കൾ നാടിൻ്റെ പൊതുസ്വത്ത്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് അതൊരു അത്യന്താപേക്ഷിതമാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഏത് കാര്യത്തിലും ആദ്യം മുൻപിലേക്ക് എടുത്ത് ചാടപ്പെടേണ്ടത് അല്ലെങ്കിൽ ചാടിക്കുന്നത് അവരെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് മുൻപിലേക്ക് കൊണ്ടുവരേണ്ടത്. അവരെ വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലേക്ക് CCCയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നേതാക്കളെ, ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ഇതിൻ്റെ നിലവിലുള്ള ഈ ചാപ്റ്റർ രൂപീകരിക്കുന്നതിനുള്ള കൺവീനർ എന്ന ചുമതല നിർവഹിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യാം. കാരണം വ്യത്യസ്തമായ മതവിശ്വാസങ്ങളിലും അടിസ്ഥാന മൂല്യങ്ങളിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. നന്മ മാത്രം, നേരത്തെ ഇവിടെ പലരും നമ്മുടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ സ്നേഹം മാത്രം കൈമുതലായിട്ടുള്ള, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്ന സാമൂഹിക ചിന്താഗതിയിലുള്ള വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഏറെ അടുക്കുവാനും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എല്ലാ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു സമൂഹ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ നമുക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളിൽ പലരെ പോലെ തന്നെ എനിക്കുമുണ്ട്. അതാണ് എന്നെ
ഈ പ്രസ്ഥാനത്തോട് ഏറെ ആകർഷിച്ച ഒരു ഘടകവും. നമുക്ക് ഇത് തിരുവനന്തപുരത്തിൻ്റെ മുഖങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള നമ്മുടെ സമാന ചിന്താഗതിക്കാരായുള്ള വ്യക്തിത്വങ്ങളെ ഇതിലേക്ക് ആദ്യമായി നമ്മൾ ആകർഷിച്ചുകൊണ്ട് അണിചേർത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണർമാർ, ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറുടെ ഇപ്പോഴത്തെ